ഇനി 75% ടാരിഫ് കൂടെ ചുമത്തിയാൽ അത് ഇന്ത്യക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരിക്കും. ട്രംപിന്റെ നടപടി മനഃപൂർവ്വം ഇന്ത്യയെ ഉന്നം വെച്ച് ദ്രോഹിക്കുന്നതിനുള്ള നീക്കമാണ്. ഇന്ത്യൻ കമ്പനികൾക്ക് കൂടുതൽ നഷ്ടം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇറാൻ പ്രക്ഷോഭത്തിൽ നടപടിയെടുത്തുകൊണ്ട് ഇന്ത്യ കൂടുതൽ പ്രതിരോധത്തിലാക്കുകയാണ് ട്രംപ്. ഈ നടപടിയിൽ ആശങ്ക അറിയിച്ചപ്പോൾ കോൺഗ്രസ് MP ശശി തരൂർ രംഗത്ത്. 75% ടാരിഫ് അത് ചുമത്തിക്കഴിഞ്ഞാൽ ഒരു ഇന്ത്യൻ കമ്പനിക്കും അമേരിക്കയുമായി കയറ്റുമതി വ്യാപാര ബന്ധത്തിന് ഇനി കഴിയില്ല. തുടക്കം മുതൽ തന്നെ ട്രംപിന്റെ ഈ തീരുമാനത്തിൽ തനിക്ക് വലിയ രീതിയിൽ ആശങ്കയുണ്ടായിരുന്നു എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. യുക്രൈനെതിരെ പുടിന്റെ യുദ്ധത്തിന് സാമ്പത്തിക പിന്തുണ നൽകുന്നു എന്ന് ആരോപിച്ചായിരുന്നു US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്ക് മേൽ 25% പിഴച്ചുങ്കം ഉൾപ്പെടെ തന്നെ മൊത്തം 50% തീരുവ ചുമത്തിയത്. റഷ്യൻ എണ്ണയുടെ പേരിൽ ട്രംപ് പിഴച്ചുങ്കം ചുമത്തിയ ഏക രാജ്യവും ഇന്ത്യ തന്നെയാണ്. ഇറാന്റെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളികളിൽ ഒരാളാണ് ഇന്ത്യ. ഇറാനിൽ ഇന്ത്യക്ക് വലിയ നിക്ഷേപത്തോട് തന്നെ അവിടെ ചബഹാർ തുറമുഖ പദ്ധതിയുണ്ട്. അതേസമയം ഇന്ത്യയുടെ ടോപ്പ് 50 വ്യാപാര പങ്കാളികളിൽ പോലും ഇനി ഇറാൻ ഇല്ല എന്ന് ട്രംപിനുള്ള മറുപടിയായി തന്നെ ഇന്ത്യ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എങ്കിലും ഇറാനുമായുള്ള വ്യാപാര ബന്ധം ചൂണ്ടിക്കാട്ടി ട്രംപ് 25% തീരുവ കൂടി ചുമത്തിയാൽ US പോകുന്ന ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ മൊത്തം തീരുവ 75% ആകും. പുതുതായി തന്നെ സ്ഥാനമേറ്റെടുത്ത US അംബാസിഡർ സെർജിയോ ഗോർണ് ഇന്ത്യ US വ്യാപാര ചർച്ചയിൽ നിർണായക പങ്കു വഹിക്കാനാകുമെന്നും പാർലമെന്റിന്റെ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ തരൂർ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യക്ക് മേലുള്ള US ടാരിഫിൽ ഞാൻ തുടക്കം മുതൽ തന്നെ ആശങ്കാകുലനാണ്. ആദ്യത്തെ 25% തീരുവ തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് സൃഷ്ടിക്കുന്നത്. അതിനിടയിൽ കൂടുതൽ തീരുവ കൂടി ചുമത്തുകയാണ്. US വിപണിയിൽ ഇന്ത്യയോടൊപ്പം തന്നെ മത്സരിക്കുന്ന വിയറ്റ്നാം, തായ്ലാന്റ്, ഇന്തോനേഷ്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങൾക്ക് ശരാശരി 15 മുതൽ 19% വരെയാണ് തീരുവ ചുമത്തിയിരിക്കുന്നത്. ഇതും ഇന്ത്യക്ക് തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. മരുന്നുകൾ പോലുള്ള ചില ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവ മാത്രമാണ് US ഇവിടെ ഒഴിവാക്കിയിരിക്കുന്നത്. തുടർന്നും US വിൽപ്പന നടത്താൻ കഴിയുന്ന ഉൽപ്പന്നങ്ങളാണിത്. മറ്റു ഉൽപ്പന്നങ്ങൾക്കൊന്നും തന്നെ ലാഭകരമായ ഒരു കാര്യമില്ല. ഇക്കാര്യത്തിൽ സർക്കാരിന്റെ നിലപാട് എന്താണ് എന്നത് എനിക്ക് അറിയില്ല എന്നും, എന്നാൽ നിലവിലെ സാഹചര്യം ഗുരുതരമാണ് എന്ന് തനിക്ക് തോന്നുന്നതായി തന്നെ ഇപ്പോൾ ശശി തരൂർ ഇവിടെ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇറാൻ വിഷയത്തിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാട് അത് ഘടിപ്പിക്കുന്നതിനിടയിലാണ് തരൂരിന്റെ ഇത്തരം ഒരു പരാമർശം ഇപ്പോൾ വലിയ രീതിയിൽ ശ്രദ്ധേയമാകുന്നത്. ഇറാനുമായി വ്യാപാരം നടത്തുന്ന രാജ്യങ്ങൾക്ക് 25% അധിക തീരുവ ചുമത്തുമെന്നതായിരുന്നു ട്രംപിന്റെ ഭീഷണി. ഇക്കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ ട്രംപ് പുറത്തുവിട്ടിട്ടില്ല. പ്രതിഷേധിക്കുന്നവരെ സഹായിക്കാൻ സൈനിക നടപടിയടക്കം പരിഗണിക്കും എന്നതാണ് ട്രംപ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.